കാട്ടാനശല്യം രൂക്ഷമായ ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിൽ നിന്ന് ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആണ് ഈ ആവശ്യം ആദ്യം ഉന്നയിച്ചത്. CPM ജില്ലാ നേതൃത്വവും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ആനത്താരകൾ കയ്യേറി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണെന്നും അവരെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നുമാണ് ആദിവാസി കുടുംബങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് CP മാത്യു അമൃത വാർത്തകൾക്ക് നൽകിയ അഭിമുഖമാണ് വിവാദമായത്. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ചിന്നക്കനാലിൽ 301 കോളനി സ്ഥാപിച്ചതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്നായിരുന്നു CP മാത്യുവിന്റെ പ്രതികരണം. ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് 301 കോളനി. അത് അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് അവിടെ ആളുകളെ 1 ഏക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. CP മാത്യുവിന്റെ നിർദ്ദേശത്തിന് CPM നേതൃത്വം പിന്തുണയും പ്രഖ്യാപിച്ചു. ഇതിനെതിരെയാണ് ഇപ്പോൾ 301 ഉന്നതി നിവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 301 കോളനി കൊടുത്തപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? ഈ നേതാക്കന്മാർക്ക് അറിയത്തില്ലേ ഇത് 301 കോളനിയിൽ ഇത് ആന ഉള്ളത്, ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പാടില്ലായിരുന്നു അവർക്ക്? ഞങ്ങളിപ്പോൾ ഇത്രയായി, ഞങ്ങളുടെ ജീവിതം ഇവിടെ പോയി, ഇനി ഞങ്ങൾ എങ്ങോട്ട് മാറ്റാനാ? 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന് പറയുന്നവർ കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വൻകിടക്കാർ സർക്കാർ ഭൂമി കയ്യേറി ആനത്താരയിലാണ് റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇതാണ് കാട്ടാനശല്യം രൂക്ഷമാക്കിയതെന്നും ആദിവാസി കുടുംബങ്ങൾ പറയുന്നു. ജില്ലാ കളക്ടർമാരടക്കം 301 ഉന്നതിയിൽ നേരിട്ടെത്തി നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ഇടുക്കി.